നിമിഷം നമുക്ക് ആഘോഷിക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ആഘോഷിക്കാനുള്ള നിർണായകമായ ചരിത്ര നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ ഇതാ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുരളീധരൻ 3 മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ മറ്റൊരു വിജയം കൂടി. താമര വിരിഞ്ഞിരിക്കുന്നു. കഴക്കൂട്ടത്ത് ഫോട്ടോ ഫിനിഷ് അല്ലേ? അല്ല, ഞാനിപ്പോൾ ആലോചിക്കുന്നത് അറിയോ, ഇന്ന് 6 മണിക്ക് പ്രധാനമന്ത്രിയുടെ വരവുണ്ടല്ലോ. ഞാൻ അതിനാണ് കാത്തിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നരേന്ദ്രന്റെ വരവാണ് ഞാൻ കാത്തിരിക്കുന്നത്. BJP ആസ്ഥാനത്തേക്കുള്ള പ്രവർത്തകരെടുത്തുയർത്തി കഴിഞ്ഞിരിക്കുകയാണ് വി മുരളീധരന്. ദൃശ്യങ്ങളിലേക്ക് പോകാം. മുരളീധരനിലേക്ക് പോകാം. വി മുരളീധരന്റെ വിജയം ആഘോഷിക്കുന്ന പ്രവർത്തക BJP പ്രവർത്തക വി മുരളീധരനിലേക്ക് പോകാം. മുൻ കേന്ദ്രമന്ത്രി ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് തന്റെ വിജയത്തെ കുറിച്ചല്ലേ? ഞാൻ ഗൗതത്തോട് പറഞ്ഞില്ലേ, അദ്ദേഹം ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. കഴക്കൂട്ടത്ത് വി മുരളീധരൻ വിജയിച്ചിരിക്കുന്നു. ഇനി ഭൂരിപക്ഷം മാത്രമേ അറിയാനുള്ളൂ. 2 താമര, പൊൻതാമര, കൊല്ലത്തൊരു താമര, മൊത്തം 3 താമര. കേരളത്തിൽ താമര പറഞ്ഞോട്ടെ, ഈ 104 സീറ്റ് നേടിയ UDF അപ്രസക്തമായി കേട്ടോ. സത്യം കേരള നിയമസഭ കളറാകും. ഈ 104 സീറ്റ് നേടിയ പ്രിയപ്പെട്ട സണ്ണി ജോസഫും VD സതീശനും ഒക്കെ കടകംപള്ളി സുരേന്ദ്രൻ പ്രിയപ്പെട്ടവരെ, കടകംപള്ളി സുരേന്ദ്രൻ നേതൃത്വം നൽകിയ കടകംപള്ളി സുരേന്ദ്രനെ കഴക്കൂട്ടത്തെ ജനങ്ങൾ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണ് പറയേണ്ടത്. അതെ, കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിരിക്കുകയാണ് കഴക്കൂട്ടത്തെ ജനങ്ങൾ, കഴക്കൂട്ടത്തെ പ്രബുദ്ധരായ വോട്ടർമാർ.